ഞങ്ങളുടെ കപ്പൽ ഹൈ റിസ്ക് ഏരിയ കടക്കാൻ പോകുന്നു. കടൽ കൊള്ളക്കാർ കപ്പലുകളെ ആക്രമിച്ച് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സ്ഥലം. അവരുടെ പിടിയിൽ നിന്നും ഒരുപാട് കപ്പലുകളെ ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തിയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരുപാട് കുറവുണ്ടെങ്കിലും ഇതുവഴി പോകുന്ന കപ്പലുകൾ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഇവിടെ എൻട്രി ചെയ്യുന്നത് മുതൽ എക്സിറ്റ് ആവുന്നത് വരെ അവരെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായി ഗാർഡുകൾ കപ്പലിലുണ്ടാവും. പിന്നെ ഇതുപോലെ ഒന്ന് രണ്ടുപേരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തും. ഉറക്കമില്ല, വിശക്കുന്നൊന്നും പറയില്ല. കപ്പലിന് ചുറ്റും ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള നോസിലുകളും കമ്പിവേലികളും സ്ഥാപിക്കുന്നു. അതിനുശേഷം അക്കോമഡേഷനുള്ളിലേക്കുള്ള എല്ലാ എൻട്രി എക്സിറ്റ് ഡോറുകളും അകത്തുനിന്ന് ലോക്ക് ചെയ്ത് ആരും പുറത്തേക്ക് ഇറങ്ങാതെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു യാത്രയായിരിക്കും പിന്നീട് അങ്ങോട്ട്. ഈ തടസ്സങ്ങളെല്ലാം മറികടന്നവർ കപ്പലിനുള്ളിൽ കയറിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഓരോ സീമാനും അറിയാം. അതിനുള്ള സൗകര്യം കപ്പലിനുള്ളിൽ തന്നെയുണ്ട്. അതെന്താണെന്ന് തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. ഏതാണ്ട് 30 ദിവസത്തോളം ഞങ്ങളുടെ സേഫ്റ്റിക്കായി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആം ഗാർഡുകളിൽ നിന്ന് അവർക്കായി കാത്തുകിടക്കുന്ന മറ്റൊരു കപ്പലിലേക്ക് തിരിച്ചു പോവുകയാണ്.